പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ ദേവയാനി നയനേനെ പൊന്നുപോലെയാണ് ഇപ്പോൾ നോക്കുന്നത് കേട്ടോ. നല്ല പോലെ സ്നേഹവും കരുതലും ഒക്കെ നയനയ്ക്ക് വേണ്ടിയിട്ട് ദേവയാനി കൊടുക്കുന്നുണ്ട്. എന്നാൽ ദേവയാനി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അനാമികയെക്കുറിച്ച്. അനാമിക അത്ര മോശക്കാരിയല്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ദേവയാനി ഉണ്ടായിരുന്നത്. പക്ഷേ ദേവയാനി ചിന്തിച്ചത് പോലെയൊന്നുമല്ല. ദേവയാനി വിചാരിച്ചത് അനാമികയ്ക്ക് പേടിയായതുകൊണ്ടാണ് കരളും ബ്ലഡും ഒന്നും ദേവയാനിക്ക് കൊടുക്കാതിരുന്നത് എന്നൊക്കെയായിരുന്നു അനാമികയെക്കുറിച്ച് ദേവയാനി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ദേവയാനി അനാമികയും അനാമികയുടെ അമ്മ രേവതിയും കൂടെ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരു ദിവസം ഇടയാകുകയാണ്. അങ്ങനെ ദേവയാനി ഒരു ദിവസം അനാമികയുടെ മുറിയിലേക്ക് അനാമികയെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നിരുന്ന സമയത്താണ് അനാമിക രേവതിയോട് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. ദേവയാനി വല്യമ്മ ഒരിക്കലും എണ്ണിട്ട് നടക്കുമെന്നോ ഈ ഒരു അവസ്ഥയിൽ എത്തുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവർക്ക് എൻ്റെ കരളൊക്കെ കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഈ കാശും പണമെല്ലാം ഞാൻ തന്നെ അടിച്ചു മാറ്റുമായിരുന്നു. എന്നാൽ പിന്നെ അച്ഛൻ്റെ കടങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടാമായിരുന്നു. ഇതിപ്പം ഞാൻ വിചാരിച്ചു കരൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും പറ്റിയെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കരളൊന്നും കൊടുക്കാതിരുന്നത്. മാത്രമല്ല അവരെ പോലെ ഒരാൾക്ക് കരൾ കൊടുക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ലല്ലോ. അവർ ചത്താലും ജീവിച്ചാലും എനിക്കെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് ഭയങ്കര സങ്കടമാകും. ദേവയാനി ആകെപ്പാടെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവയാനി തിരികെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ദേവയാനി ഒരുപാട് ഇരുന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അനാമിക ഇതിന് മുന്നേ ചെയ്ത ഓരോരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനിക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ അനാമിക എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. ഈ വീട്ടിൽ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. അതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇനി മുതൽ ഞാൻ അവളെ അത്രത്തോളം സ്നേഹിക്കാനൊന്നും പോകുന്നില്ല. അവളുടെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് എന്തായാലും കണ്ടുപിടിക്കണം. പാവം എൻ്റെ നയനമോള്, ഞാൻ അവൾക്ക് കൊടുക്കേണ്ട സ്നേഹമാണ് അനാമികയ്ക്ക് കൊടുത്തത്. എന്നിട്ട് ആ വഞ്ചകി എന്നെ ചതിച്ചു. ഞാൻ ഇത്രത്തോളം ഒന്നും അവളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. എൻ്റെ നയനമോളെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവൾ എന്നെ എത്രത്തോളം കരുതലായിട്ടാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. ഞാൻ അവളോട് പെരുമാറിയ രീതിയൊന്നും അല്ല അവൾ എന്നോട് കാണിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ ദേവയാനിയുടെ മനസ്സിലൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നയന കയറി വരികയാണ്. നയന കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ അമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരാത്തത്? ഞാൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സാമ്പാറാണ് ആക്കിയിരിക്കുന്നത്. അമ്മ വാ അമ്മേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ആരോഗ്യമൊക്കെ നോക്കണ്ടേ, അമ്മയ്ക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ, വാ അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പം ദേവയാനി ഇങ്ങനെ നയനേനെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ദേവയാനിയോട് നയന ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എന്നെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നയനയോട് ദേവയാനി പറയും, ഒന്നുമില്ല മോളെ, ഒന്നുമില്ല, ഞാൻ വെറുതെ നോക്കിയതാണ്. ഓരോരോ മനുഷ്യന്മാരെയൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് ദേവയാനി നയനയോട് പറയുന്നുണ്ട്, മോളെ നീ ഇതുപോലെ ഇങ്ങനെ അടുക്കളപ്പണി ചെയ്ത് ജീവിക്കേണ്ടവളല്ല. നീ എന്താണെങ്കിലും ഓഫീസിൽ ആദർശിൻ്റെ കൂടെ ജോലിക്ക് പോകണം. ഞാൻ മുത്തശ്ശനോട് നിന്നെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ എന്തായാലും നിനക്ക് പറ്റിയ ഒരു ജോലി അവിടെ തരപ്പെടുത്തി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നല്ലൊരു ശമ്പളം നിനക്ക് കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ദേവയാനി നയനനെ പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് കേട്ടോ ജോലി കാര്യങ്ങളൊക്കെ. അങ്ങനെ നയന പറയാണോ, ശരി അമ്മ, അമ്മയ്ക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തോളാം. പക്ഷേ അമ്മയുടെ ഭക്ഷണക്കാര്യങ്ങളും മരുന്നുമൊക്കെ ആര് നോക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയാണ്, അതിനിവിടെ അനാമിക ഉണ്ടല്ലോ, അവൾ നോക്കിക്കോളും എന്ന് പറയാണ്. എന്നിട്ട് ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കണം, അല്ല അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അതിന് എനിക്ക് അവളെ അടുത്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ നിരീക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് നയനമോൾ എന്തായാലും ജോലിക്ക് പോകുന്ന സമയത്ത് അനാമികേനെ കുറച്ച് കൂടുതൽ പണിയും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം. അപ്പോൾ അവളുടെ സ്വഭാവങ്ങളൊക്കെ പുറത്തേക്ക് വരുമെന്ന് പറയാണ്. അങ്ങനെ നയനേനെ ജോലിക്ക് പിറ്റേ ദിവസം പറഞ്ഞു വിടുകയാണ് കേട്ടോ. മുത്തശ്ശനോട് സംസാരിച്ച് ഒരു ജോലി ഡിസൈനറായിട്ട് നയനയ്ക്ക് അവിടെ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നയനയും ആദർശവും കൂടെ മുത്തശ്ശിയുടെ അടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് അവർ ജോലിക്ക് പോവുകയാണ്. അന്നേരം അനാമികയ്ക്ക് ഇതൊന്നും ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. അനാമിക ഇവരോട് വഴക്കടിക്കുന്നുണ്ട്. മുത്തശ്ശിയുടെയും ദേവയാനിയുടെയും ഒക്കെ അടുത്ത് നിന്നിട്ട് വഴക്കടിക്കുന്നുണ്ട് ഒരുപാട്. അവൾ ഒരു അർഹതയില്ലാണ്ടാണ് ഈ ജോലിക്ക് കയറിയിരിക്കുന്നത്. അവളെക്കാട്ടിലും എത്രയോ അർഹതയുള്ളവളാണ് ഞാൻ. എന്നിട്ട് എനിക്ക് ഈ ജോലി നിങ്ങൾ തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, എൻ്റെ തീരുമാനമാണ് ഇവിടെ നടക്കുന്നത്, അല്ലാണ്ട് ആരുടെയും അധികാരവും അവകാശവും ഒന്നും ആരോടും ചോദിച്ചു വാങ്ങേണ്ടതല്ല, അത് തരേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും അനാമികനെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്.
അതിനുശേഷം പിന്നീട് ദേവയാനീനെയാണ് കാണിക്കുന്നത്. ദേവയാനി എന്നിട്ട് അനാമികയുടെ അടുത്ത് എന്നിട്ട് പറയാണ്, അനാമിക ഇന്നു മുതൽ ഈ വീട്ടിലെ പണി ചെയ്യാൻ നീയും കൂടണം. അന്നേരം അത് കേൾക്കുമ്പോഴത്തേനും അനാമിക അങ്ങ് ദേഷ്യപ്പെട്ടിട്ട്, അത് പറയാൻ വല്യമ്മയ്ക്ക് എന്ന അവകാശം, എൻ്റെ അമ്മ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനിയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, പറ അനിയുടെ അമ്മ, ഞാൻ ഇവിടെ ജോലിയൊക്കെ ചെയ്യണോ, ഞാൻ അടുക്കളയിൽ കയറണം എന്നാണ് ദേവയാനിയമ്മ വല്യമ്മ പറയുന്നത്. ഇതൊക്കെ ശരിയാണോ? എൻ്റെ വീട്ടിൽ ഞാൻ ഇതുവരെയായിട്ട് അടുക്കളയിൽ കയറിയിട്ടില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മോളെ ഞാൻ ഇതുവരെയായിട്ട് അടുക്കളയിലേക്ക് കയറ്റിയിട്ടില്ല. പിന്നെ ദേവേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തൊരു മോശമാണ് ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പം അനിയുടെ അമ്മ പറയുന്നുണ്ട്, അല്ല ദേവേച്ചി, ഇവള് അടുക്കളയിൽ കയറേണ്ട ആവശ്യമുണ്ടോ, അതെന്താ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയാണ്, ഇതെൻ്റെ തീരുമാനമല്ല, മുത്തശ്ശിയുടെ തീരുമാനമാണ്, അമ്മയുടെ തീരുമാനമാണ്. അതുകൊണ്ട് നീ എന്തായാലും ഇതനുസരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയണം. അത് കേൾക്കുമ്പോഴത്തേനും അനിയുടെ അമ്മ ഒന്നും പറയുന്നില്ല കേട്ടോ. എന്നിട്ട് അനിയുടെ അമ്മ നമ്മുടെ അനാമികയോട് പറയാണ്, മോൾ എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മതി, അമ്മേനെ അങ്ങനെ നമുക്ക് വെറുപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല, അതുകൊണ്ട് മോൾ എൻ്റെ കൂടെ ഒന്ന് നിൽക്ക്, ബാക്കി ഞാൻ എല്ലാവരെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആ നയന എല്ലാവർക്കും കൈവശം കൊടുത്തിരിക്കുകയാണ്, എല്ലാവരും കൈവശം കൊടുത്ത് മയക്കിയിരിക്കുകയാണ്, എന്തായാലും മോള് തൽക്കാലത്തേനൊന്ന് ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനാമികയും എല്ലാവരുടെയും കൂടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറുന്നുണ്ടെങ്കിലും ജോലിയൊന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് ദേവയാനി അങ്ങോട്ട് ചെല്ലുന്നത്. ഇന്ന് ദേവയാനിക്ക് ഇവളെ കുറേയൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്, ഇവളുടെ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ മനഃപൂർവ്വം ദേവയാനി പറയാണ്, എൻ്റെ തുണികളൊക്കെ അലക്കണം അനാമിക, എൻ്റെ നല്ല തുണികളൊക്കെ അലക്കേണ്ടതുണ്ട്, നീ അതുകൊണ്ട് ഇത് മെഷീനിൽ അലക്കാൻ വേണ്ടി പറ്റത്തില്ല, നീ അതുകൊണ്ട് ഇത് പുറത്ത് കൊണ്ടുപോയി അലക്കുക എന്ന് പറയാണ്. അങ്ങനെ അനാമിക മനസ്സോടെ ആ തുണി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴത്തേന് രേവതി പറയാണ്, എനിക്ക് നടുവേദനയാണ് മോള് തന്നെ അലക്ക് എന്ന് പറയാണ്. അപ്പം അനാമികയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ അനാമികയ്ക്ക് ഒരുപാട് മുട്ടൻ പണികളാണ് കിട്ടുന്നത്. എന്തായാലും ഇതൊക്കെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് പത്തരമാറ്റിൻ്റെ കഥ പോകണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അനാമികയ്ക്ക് നല്ല പണി ദേവയാനി കൊടുക്കണം എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്.